സോ ഹേ ഗായ്സ്, ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ പെരുന്നാൾ ട്രിപ്പ്. ചെക്കിങ് പിടിക്കുമോ എന്നൊക്കെ നോക്കാം. പാലം വഴിയാണ് നമ്മൾ കയറി വന്നത്. ഇവിടെ നിന്നാണ് പൊരി എൻട്രി 5 മണി വരെ ഉള്ളൂ. ആ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ബോട്ട് അങ്ങോട്ട് പോകണം. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. റിവർ സൈഡ് ഗായ്സ് നമ്മളെ ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്. തമ്പി നല്ല ചൂട് വട തക്കാളി കിലോ. തമിഴ്നാട് വിടുമ്പോൾ ഒരു മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഷോർട്ട് ട്രിപ്പ് എന്ന് പറയില്ല, ഒരു 1 ഡേ ട്രിപ്പ്. ഒരു പെരുന്നാളായിട്ട് കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ലിബിൻ പ്രത്യക്ഷപ്പെടുന്ന കുറെ നാളത്തേക്ക് ശേഷമാണ്. കുറച്ചാളെ ലിബിൻ ഇല്ലായിരുന്നു. കുറച്ചേറെ സൊമാറ്റോ വെച്ച് പയ്യൻ വീഡിയോ ഒക്കെ കണ്ടു വെച്ചോണ്ടിരിക്കുന്നു. പെരുന്നാളായിട്ട് ലിബിൻ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും പോകാം. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തതാണ് തെന്മല. നമ്മുടെ സിറ്റിയിൽ നിന്ന് ഒരു ഏകദേശം ഒരു 70 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോ നെടുമങ്ങാട് കഴിഞ്ഞ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ നേരെ പാലോട് കുളത്തപ്പുഴ വഴി തെന്മല. ഇതാണ് നമ്മുടെ റൂട്ട്. ഫുഡെല്ലാം ഞാൻ പാക്ക് ചെയ്ത് നമ്മൾ സെറ്റപ്പാണ്. ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നല്ല ബിരിയാണി സർപ്രൈസ് ആയിട്ട് പറഞ്ഞു ബിരിയാണി. നമുക്കൊന്ന് ബിരിയാണി കഴിക്കാം. വീട്ടിൽ നിന്ന് ഉണ്ടാക്കി എല്ലാ പോയിന്റും നമ്മൾ ഫുൾ ഹോട്ടലിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്യാതെ ജസ്റ്റ് ഒരു കാട്ടിൻ്റെ ഇടയിൽ പോയി കഴിക്കുന്നു. ഇന്ന് നമ്മൾ പോകുന്ന ലിബിന്റെ ഫസീനയിലാണ്. നമ്മള് മലയും കുന്നൊക്കെ കയറണം എന്നുള്ളതുകൊണ്ട് ഓല എടുത്തില്ല. ഓലയും കൊണ്ട് നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റൂല വിശ്വസിച്ച്. ഓക്കെ, അവിടെ ചാർജിങ് സ്റ്റേഷനും ഒന്നും സെറ്റപ്പ് ഒന്നും ഇല്ല. മിക്ക ട്രിപ്പ് നമ്മൾ പോകുമ്പോഴും എന്തെങ്കിലും പണി വരും. ഇത്തവണ പണി എന്താ നോക്കാം. ഈ വല്ല ടയർ പഞ്ചറാവോ അല്ലെങ്കിൽ വണ്ടി ചെക്കിങ് പിടിക്കുമോ എന്നൊക്കെ നോക്കാം. വണ്ടിക്ക് ബുക്കും പേപ്പറൊക്കെ ഉണ്ട്, പക്ഷെ കയ്യിലില്ല. ബുക്കും പേപ്പറും ഒന്നും ഇല്ലാത്ത വണ്ടിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതാണ് ലിബിന്റെ ഫസീനോ. ഭയങ്കര വെയില്, ക്ലൗഡി ഒക്കെ കാണുന്ന വെച്ചു. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര വെയില്. നല്ല സണ്ണി ഡേ ആണ്. നല്ല കാണാം. അങ്ങോട്ടൊക്കെ കാർമേഘം ഉണ്ട്. നമ്മൾ ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് കാർമേഘം വന്നിട്ട് പോയി. വീണ്ടും നല്ല സണ്ണി ഡേ ആയി. തെന്മല പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇന്നൊരു അവധി ദിവസമാണ്. വലിയ പെരുന്നാൾ അല്ലേ? വലിയ പെരുന്നാൾ. നമ്മുടെ സിറ്റിയിൽ നിന്ന് ഇപ്പൊ ഏകദേശം ഒരു 12 കിലോമീറ്റർ ഓടിയാണ് ഇതുവരെ എത്തിയത്. ഈ ഒരു ട്രിപ്പിന്റെ ഒരു മെയിൻ ഉദ്ദേശം തന്നെ ഹില്ലിംഗ് ആയിരിക്കും. പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ കുറെ വട്ടം തെന്മല പോയി ഡാമൊക്കെ വിസിറ്റ് ചെയ്തതാണ്. ഫസ്റ്റ് ടൈമാണ് ഫുഡൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഫ്രണ്ട്സ് സെറ്റപ്പിൽ ഫുഡൊക്കെ പാക്ക് ചെയ്ത് ഒന്ന് ചില്ലായിട്ട് പോവുക എന്നത്. അതാണ് നമ്മൾ ഈ ട്രിപ്പിന്റെ ഒരു ഉദ്ദേശം. ഓക്കെ, ഇനി എവിടെയെങ്കിലും നിർത്തുമ്പോൾ കാണാം. ബൈ ഗായ്സ്. അങ്ങനെ നമ്മൾ അരിപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയാണ് ഈ കടയെന്ന്. വാഴയ്ക്കപ്പം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ ഉണ്ട് തെന്മലയിലോട്ട്. ഇവിടെ മറ്റേ ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഫെൻസിങ് ഒക്കെ കാണാം. അതോ വേണ്ട, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പുലിയൊക്കെ കാണാം അല്ലേ? പുലിയല്ല, കാട്ടുപോത്ത്, പിന്നെ പന്നി, അതൊക്കെ കാണാം. പുലിയൊന്നും കാണാൻ ഇവിടെ ഉള്ളവരൊക്കെ കുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ എന്തോ ഫോറസ്റ്റ് ക്യാമ്പ് എന്ന് പറഞ്ഞില്ലേ? ട്രെയിനിങ് സെന്റർ, ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? ഇത് കുറച്ച് അപ്പുറത്താണ്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ടു. വീട്ടിൽ നിന്ന് ഒരു 2:45 ആയപ്പോൾ ഇറങ്ങിയതാണ്. 4:10 നല്ല റോഡല്ലേ? വന്ന വഴിയൊക്കെ അടിപൊളി വഴി. പയ്യന്മാരൊക്കെ അടിച്ച് പിരുന്നൊക്കെ പറഞ്ഞതാണ്. സൂക്ഷിച്ചൊക്കെ പോകണം. വണ്ടിയൊക്കെ അടിച്ച് പറന്ന് പോകണമാണ്. കണ്ട, നമ്മൾ ചായയൊക്കെ കുടിച്ച് നമ്മുടെ യാത്ര വീണ്ടും ആരംഭിക്കുകയായിരിക്കും. ഇനി അടുത്ത് എവിടെയെങ്കിലും വെച്ച് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ കുളത്തൂർ പുഴ എത്തി. കുളത്തൂർ പുഴ. ഇതാണ് അമ്പലം. ഇതിന്റെ ഫ്രണ്ടിലാണ് മറ്റേ നമുക്ക് അരിയൊക്കെ കൊണ്ടിട്ട് കൊടുക്കാം, മീനിനൊക്കെ കഴിക്കാൻ. അരിമ്പാറ അങ്ങനത്തെ ഇതൊക്കെ പറഞ്ഞ് മാറാൻ വേണ്ടി ആൾക്കാർ നേർച്ചയിടും. അപ്പം ഈ മീന് നമ്മൾ പൊരി വാങ്ങിച്ച് മീൻ തിന്ന് നേർച്ച കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ അത് മാറുമെന്നാണ് പറയപ്പെടുന്നത്. എന്താണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും നമുക്ക് ഇവിടെ നോക്കാം. ഗായ്സ്, ഈ കുളത്തിൽ കുറെ മീനൊക്കെ ഉണ്ട്. എല്ലാം ചെറിയ ചെറിയ മീനുകളാണ്. അവിടെ ഈ പാലം വഴിയാണ് നമ്മൾ കയറിയത്. വണ്ടിയൊക്കെ വരുന്ന പാലം തന്നെ. ഈ സംഭവം എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ അരിപ്പ കഴിഞ്ഞ് കുറച്ചുകൂടെയൊക്കെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് ഈ കുളത്തൂർ പുഴ എന്ന് പറഞ്ഞ സ്ഥലം. നമുക്കിനി ഇവിടെ നിന്നും 10-16 കിലോമീറ്റർ ഉണ്ട് തെന്മല പോകാൻ. നമ്മൾ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഇറങ്ങിയാണ്. ഇവിടെ ഒരുപാട് ആളുകളൊക്കെ നിൽക്കുന്നതാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ കുളത്തൂർ പുഴയെന്ന് വിട വാങ്ങുകയാണ്. തെന്മല ഡാമിലോട്ട് പോകാം. ഗായ്സ്, അങ്ങനെ നമ്മൾ തെന്മല ഡാമിന്റെ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത്. ഓക്കെ, ഇവിടെയൊക്കെ വണ്ടി വെക്കണമെങ്കിൽ പൈസ കൊടുക്കണം. അവിടെ നിന്നാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് അടത്തിന് 10 രൂപ, ചിൽഡ്രനാണെങ്കിൽ 5 രൂപ, ബൈക്കിന് 10 രൂപ, മിനി ബസ്സിന് 15 രൂപ, നോർമൽ ബസ്സിന് 25 രൂപ. ഗൈസ്, എൻട്രി 5 മണി വരെ ഉള്ളൂ. നിങ്ങൾ 5 മണിക്ക് മുമ്പ് എത്തണം. നമ്മൾ 5:05 അത് തന്നെ. 5 മണിയായിട്ട് പക്ഷേ ടിക്കറ്റ് തന്ന് 5 മണി വരെ എൻട്രി ഉള്ളൂ എന്ന് പറയുകയും ചെയ്യും. എന്താണെന്ന് അറിഞ്ഞൂടാ. ഇവിടെയൊക്കെ വന്ന് നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത്. ഇതാണ് എൻ്റെ 2 പേർക്കും ഒരു വണ്ടിക്കും കൂടെ 25 രൂപയാണ് ആയത്. വേ ടു ഡാം എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ഡാമിന്റെ സൈഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് നടന്ന് അത് അങ്ങ് മേളിലേക്ക് കയറണം. ഇതോ നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടോ? ഇതുകൊണ്ടാ കാണുന്ന അവിടെയൊക്കെ കയറാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ഈ ടിക്കറ്റ് എടുത്താൽ കയറാൻ പറ്റൂല. അപ്പുറത്ത് പോയി വേറൊരു ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ആ ഹാങ്ങിങ് ബ്രിഡ്ജ് വഴിയൊക്കെ പോകാം, ആ പാർക്കിലൊക്കെ പോകാം. നമുക്ക് ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലൊന്നും കയറാൻ പറ്റില്ല. ജസ്റ്റ് ഇതിലേക്കൂടെ നടന്ന് ആ ഡാമിന്റെ മണ്ടയിലേക്ക് കയറി അതിലേക്ക് ഇറങ്ങാൻ പറ്റും. 1960-ലാണ് ഈ ഡാം നിർമ്മിച്ചത്. കേരളത്തിലെ 2ാമത്തെ ലാർജസ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ഒക്കെ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. വെള്ളമൊക്കെ കൊള്ളാം. അല്ല, ക്ലിയർ വെള്ളമൊന്നുമില്ല, ഒരു പച്ച കളർ വെള്ളമാണ്. ഇതാണ് ഈ ഡാമിന്റെ പമ്പ് ഹൗസ്. അവിടെയൊന്നും എല്ലാം പൊടിഞ്ഞൊക്കെ കിടക്കണ്.
നമ്മളങ്ങോട്ട് കയറാൻ നോക്കിയിട്ട് എല്ലാം അടച്ചൊക്കെ ഇട്ടിരിക്കും. ആളുകളെ കയറ്റൂലെന്നാണ് തോന്നണം. പക്ഷെ ഇന്ന് അവധിയായിട്ട് വലിയ തിരക്കൊന്നുമില്ല. പെരുന്നാളായിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലേ? ഇല്ല, ഹിൽ സ്റ്റേഷൻ ആയിരിക്കും. എനിക്കൊന്ന് പൊന്മുടിയൊക്കെ നല്ല തിരക്കായി. ഈ ഇടയ്ക്ക് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇങ്ങനെ പല റീൽസിലും ഞാൻ അങ്ങനെ കണ്ട ഭയങ്കര ഫോഗ്, മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ ഉള്ളു. അല്ല, മഴ ഇല്ലാത്തപ്പോഴും കുറച്ച് 2 മണിക്കൊക്കെ ആകുമ്പോൾ നല്ല ഫോഗ് ഉണ്ടായിരുന്നു. തെന്മല റൂട്ട് പറഞ്ഞവർക്ക് കുളത്തുപ്പുഴ റിവർ ഉണ്ട്. അവിടെ കഴിഞ്ഞാൽ പിന്നെ തെന്മല ഡാം, അത് കഴിഞ്ഞാൽ പാലരുവി, അത് കഴിഞ്ഞാൽ റോസ്മല ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്. ഒരു നല്ലൊരു എക്കോ ടൂറിസം തന്നെ ഇവിടെ ഉണ്ട്. 1 ഡേ ട്രിപ്പ് പക്കയാണ്. ഗൈസ്, നമ്മുടെ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് വെള്ളത്തിലിറങ്ങാൻ ഇവിടെ പടിയൊക്കെ ഉണ്ട്. ഈ പടി വഴി ഇങ്ങനെ കറങ്ങി നടന്ന് വന്നാൽ അതാ വെള്ളത്തിന്റെ അവിടെ ഇറങ്ങാം. പക്ഷേ ഇതൊക്കെ ക്ലോസ്ഡ് ആണ് ഇപ്പം. ഓപ്പൺ ആണ്, ക്ലോസ്ഡ് അല്ലേ ഗൈസ്? വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങണം. നിങ്ങളൊക്കെ ഇവിടെയൊക്കെ വരുമ്പോൾ സൂക്ഷിച്ചൊക്കെ ഇറങ്ങാവും. ആരെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നില്ല. മാക്സിമം അവേ ഫ്രം ഗൈസ്, ഇതാണ് ഡാമിലോട്ട് പോകാനുള്ള വഴി. ഇതിൽ നടന്ന് മേളിൽ കയറി പോകണം അല്ലേ? മേളിൽ കയറി കറങ്ങി മുകളിൽ പോകും. എത്ര കിലോമീറ്റർ ഉണ്ട്? അപ്പോൾ നമുക്ക് ഡാമിന്റെ മണ്ടേ കയറണം ഇങ്ങനെ 1.5 കിലോമീറ്റർ വരും. അങ്ങോട്ടാണ് അവരെ സ്റ്റേഷനൊക്കെ. ഡാമിന്റെ വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്ന് എല്ലാവരും കയറാൻ പറ്റൂല. ഓതറൈസ്ഡ് പേഴ്സൺസ് ഉള്ളി എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ACBയുടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഗൈസ്, ആ ഒരു മല, ഇത് ഏത് മലയാണോ എന്തോ, നല്ല രസമുണ്ട്. ആ മലയിലൊക്കെ നമുക്ക് കയറാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പറ്റുമെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. പക്ഷെ ആ മലയൊന്നും കയറാൻ പറ്റില്ല. പേ ആൻഡ് യൂസ് എന്ന് പറഞ്ഞ അവിടെ ടോയ്ലറ്റ് ഉണ്ട്. അതൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പടി കയറി പോകുമ്പോഴാണ് ഡാമിന്റെ അവിടെ എത്തുന്നത്. അതാണ് ഡാമിന്റെ സൈഡ്. അവിടെ ട്രാൻസ്ഫോമർ കാണാം. ഗൈസ്, അങ്ങനെ നടന്ന് വരുമ്പോൾ ഇവിടെ ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. സിമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ്. പിന്നെ ഇനിയും മേളിൽ നടന്ന് കയറി പോകണം. അതിലേ കയറി അങ്ങ് പോകണം അല്ലേ? ഈ കാണുന്ന ഒരു കയറ്റം കൂടെ ഉള്ളൂ. പിന്നെ സ്ട്രൈറ്റ് ആണ്. കയ്യിൽ വെള്ളം കൊണ്ടുവന്നാൽ നമ്മളെ പോലെ മണ്ടത്തിനെ കാണിക്കും. ഉള്ള വെള്ളം നമ്മൾ വണ്ടിക്കകത്ത് വെച്ചിട്ടാണ് പോകുന്നത്. വെള്ളം എടുത്ത് അത് വെയിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് വണ്ടി വെച്ചിട്ട് വന്നു. ഗൈസ്, ഇത്രയും കയറ്റം ഉണ്ടെന്ന് വിചാരിച്ചില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ ഡാമിന്റെ ടോപ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗൈസ്, ഇതിന്റെ അപ്പുറത്തൂടെ വന്നാൽ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട്. അങ്ങ് ബോട്ടൊക്കെ പോകണമാണ്. നല്ല രസമുണ്ടല്ലേ? ഇവിടെ വന്നാൽ നിങ്ങൾ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല. അവിടെ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വ്ളോഗൊക്കെ ചെയ്യാം, വീഡിയോ ഒക്കെ എടുക്കാം, ഫോട്ടോ മാത്രം എടുക്കാൻ പാടില്ല. അത് നമ്മളെ മലയാളികളായതുകൊണ്ട് കുഴപ്പമില്ല. ഇംഗ്ലീഷുകാർക്കും തമിഴർക്കും വന്ന് ഫോട്ടോ എടുത്തുകൂടാ, നമുക്ക് എടുക്കാൻ കുഴപ്പമില്ല. തെന്മല ഡാമിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ കാണിച്ചു തരാം. അടിപൊളിയാണ്. അവിടെയൊക്കെ നല്ല രസമുണ്ട്. താഴെ നമ്മൾ ആ ഡാമിൽ നിന്ന് കൂടെ വെള്ളം കാണാം. ഡാമിൽ നിന്നുള്ള കറണ്ട് അവിടെ ഇതുവഴി സ്റ്റേഷൻ വഴി കയറ്റി ആ കമ്പി പോയി. പിന്നെ അവിടെ നിന്നാണ് ഡയറക്റ്റ് നമ്മുടെ സിറ്റിയിലോട്ടും പല സ്ഥലത്തിലോട്ടും പോകുന്നത്. ഗൈസ്, ഇപ്പോൾ കണ്ട അപ്പുറത്തെ സൈഡിലെ വ്യൂ ആണ്. ഇപ്പുറത്തെ സൈഡിലെ വ്യൂ കാണിച്ചു തരാം. വെള്ളമൊക്കെ കെട്ടി നിർത്തിയിരിക്കുന്നതാണ്. നല്ല രസമുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ബോട്ട് അങ്ങോട്ട് പോകണമുണ്ട്. പക്ഷേ ആ ബോട്ട് തിരിച്ചു വന്നില്ല. ഗൈസ്, ഇത് കാണുന്നതാണ് കല്ലട റിവർ. ഈ കല്ലട റിവറിലെ ഇറിഗേഷൻ പ്രോജക്റ്റ് തെന്മല ഡാം. ഓക്കെ, നമ്മളിനി അതുവരെ പോകുന്നില്ല. നമ്മളിനി അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. നമുക്ക് അതിന് മുമ്പ് ഫുഡ് കഴിക്കണം. അതെ തന്നെ, ചീത്തായിപ്പോ അല്ല, കിട്ടുന്ന സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കണം. അതാണ് നമ്മളിനി അടുത്ത ലക്ഷ്യം. ഒരു ചായ ഒക്കെ കുടിച്ച് പിന്നെ നമ്മൾ തമിഴ്നാട് പോവല്ലേ? ഓഫ്കോഴ്സ്. ഓക്കെ ഗൈസ്, നമ്മൾ തെന്മല ഡാമിൽ നിന്ന് വിട പറയുകയാണ്. ബൈ തെന്മല ഡാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഇരുന്ന് കഴിക്കാനൊരു സ്പോട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. തെന്മലയിൽ നിന്ന് ആര്യങ്കാവ് പോകുന്ന റൂട്ട് ഒരു നദീര സൈഡാണ്, റിവർ സൈഡ്. ഓക്കെ, ഇവിടെ റിവർ ഇങ്ങനെ വഴി പോകുന്നതാണ്. ഇവിടെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ചാൽ അടിപൊളി ആയിരിക്കുമെന്ന് തോന്നുന്നു. ഇവൻ ഫുഡൊക്കെ കൊണ്ടുപോകുന്നു. ഇതുവരെ ഒരു റിവർ സൈഡിൽ ഇരുന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും റിവർ സൈഡ് ഫുഡിങ് എക്സ്പീരിയൻസ്. ഗൈസ്, ഇത് മാപ്പിൽ നോക്കിയപ്പോൾ അറിയാൻ സാധിച്ചത് അച്ചൻകോവിൽ റിവർ എന്നാണ്. നല്ല രസമുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളമാണ് പറഞ്ഞത്. ആ കണ്ട, പക്ഷെ അധികം ആഴമൊന്നുമില്ല, നല്ല ക്ലിയർ വെള്ളം, സൂപ്പർ വെള്ളം. നമ്മളിതോ ഫുഡും അതൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിക്കും. പിന്നെ എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? പൊതിഞ്ഞൊക്കെ കൊണ്ടുവന്ന അവിടെ രണ്ടുപേർക്കും. ഗൈസ്, ഇതാണ് രണ്ട് ഫുഡാണ്. ഓക്കെ, നമുക്ക് രണ്ടുപേരും കൂടെ 2 ഫുഡും കഴിക്കാം. വേസ്റ്റ് നമ്മൾ ഇവിടെ ഇട്ടല്ല, നമ്മൾ കവറിൽ തന്നെ വെച്ചിട്ട് പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകും. ഒന്നും വീട്ടിൽ അല്ലെങ്കിൽ റോഡിൽ മാക്സിമം നമ്മൾ കിട്ടൂല. വേറെ വേസ്റ്റ് ബക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മളവിടെ വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിൽ നമ്മളവിടെ ഡിപ്പോസിറ്റ് ചെയ്യും. ഒരു പൊതി തുറന്നിരിക്കുകയാണ്. എന്തൊക്കെയാണിത്? ഇത് വന്നിട്ട് ഇടിയപ്പവും മട്ടൻ കറി. സലേ, ഇടിയപ്പം മട്ടൻ. നമുക്ക് ഇനി ഇതും കൂടെ തുറന്ന് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടോ. ഗൈസ്, ഇത് ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ പ്ലസ് മട്ടൻ ബിരിയാണി അല്ലേ? എല്ലാം ഉണ്ടോ? ചിക്കനും മട്ടനും. ഓക്കെ, ബീഫില്ലാന്നേ. ചിക്കനും മട്ടനും പ്ലസ് ബിരിയാണി. ഓക്കെ, രണ്ടും കൂടെ നമുക്ക് കഴിക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ലിബിയും കൊണ്ടുവന്ന അടിപൊളി ഫുഡൊക്കെ കഴിച്ചു അല്ലേ? വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിൽ കൊണ്ട് കളയും, ഇല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടു. അതെ, നമ്മൾ കേരളത്തിലൊന്നും കളയാൻ പാടില്ല. ഇത് കിടല സ്ഥലം കേട്ടോ. അവർ തെന്മല കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് ഈ ഏരിയ കിടല സ്പോട്ട്. നമ്മൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു, ഇവിടെ നിന്ന് കൈ കഴിയും. ഗൈസ്, ഇനി നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ടാണ് പോകുന്നത്. തമിഴ്നാട്ടിൽ പോയി ഒരു ചായയും കൂടെ കുടിച്ചിട്ടാണ് നമ്മൾ കേരളത്തിലോട്ട് പോകുന്നത് അല്ലേ?
തമിഴ്നാട്ടിലെ ചായനെ കൊള്ളാണ്, കേരള ചായനെ കൊള്ളാണ്. നിങ്ങൾ കമന്റ് ചെയ്യൂ ഗൈസ്. നമ്മൾ ഇന്ന് പോയി ടെസ്റ്റ് ചെയ്തിട്ട് പറയാം തമിഴ്നാട്ടിലാണോ കേരളത്തിലാണോ ചായ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമന്റ് ചെയ്യൂ. നേരെ ഏതെങ്കിലും തമിഴ്നാട്ടിലെ ചായക്കടയിൽ പോയി കാണാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ തെന്മലയെന്ന് തെങ്കാശി എത്തിച്ചേർന്നിരിക്കുകയാണ്. തെങ്കാശിയിലെ ചായ കൊള്ളാൻ നോക്കാൻ വേണ്ടി ചായക്കടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കേരളത്തിലെ ചായ കൊള്ളൂല, അവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തമിഴ്നാട് ചായ കൊള്ളാൻ നോക്കാൻ വേണ്ടി നമ്മൾ തമിഴ്നാട് വന്നിരിക്കുകയാണ്. തമിഴ് സ്റ്റേറ്റിലാണ്, നമ്മൾ തമിഴിൽ மட்டும்தான் பேசுறோம். அது பாரு 7 சீரிஸ். ஓ இந்த தமிழ்நாட்டில் 7 சீரிஸ் இருக்கு. அது இந்த பக்கத்துல எப்படிடா தம்பி നല്ല ചൂട് വട ഇருக்கு ഗൈസ്. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളെ ബൂസ്റ്റും ചായ ഇതുവരെ വന്നില്ല. അപ്പോൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ തെങ്കാശി എത്തിയില്ല. തെങ്കാശിയിൽ നിന്ന് ഇവിടുന്ന് ഒരു 4 കിലോമീറ്ററുകളുണ്ട് ഗൈസ്. നമ്മുടെ ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്. മാര് പറ്റിപ്പാണ് ഗൈസ്. പാതിയേ ഉള്ളൂ, ഗ്ലാസ് നിറച്ചൊന്നുമില്ല ബൂസ്റ്റ്. നേരത്തെ കുടിച്ചോലല്ലേ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. കുടിച്ചു നോക്കാം അപ്പോൾ ബൂസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. തമിഴ്നാട് ബൂസ്റ്റ് അല്ലേ? ചിയേഴ്സടി. അവൻ കുടിച്ചു കഴിഞ്ഞിട്ടാണ് ചിയേഴ്സടി. അവിടെ തെന്മല കുടിച്ചപ്പം ഒരു ബൂസ്റ്റിലാണ് 2 പേർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ബൂസ്റ്റിന്റെ ഫ്ലേവർ ഇത് ഓരോ ഗ്ലാസ്സിനും ഓരോ ബൂസ്റ്റാണ് ഗൈസ്. ഇവിടെ തമിഴ്നാട്ടിൽ വന്നപ്പോൾ ഭയങ്കര ഹോണടി. നമ്മളെ കേരളത്തിൽ പോലും ഇത്ര ഹോണടി ഇല്ല. ഓക്കെ, കേരള വണ്ടിയിടാ ഒന്നല്ലേ അതല്ല ഒരു തമിഴ് ഗൈസ്. കേരളത്തിലുള്ളവന്മാർ തമിഴ്നാട് വരുമ്പം അങ്ങനെ ഇറസ്പോൺസിബിൾ ആവുകയാണ്. പക്ഷെ നമ്മളങ്ങനെ അല്ലല്ലേ, നമ്മൾ വേസ്റ്റ് പോലെ കേരളത്തിലിടും. ഇവിടെ എന്തിടുന്നത് അത് തന്നെ. നമ്മൾ വന്നപ്പോൾ ഒരാളെ ഇടിക്കാതൊക്കെ പോയി. ഇവിടെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് സ്പോട്ട് ആണെന്ന് തോന്നുന്നു. അവിടെ ഒരുപാട് ചായക്കട, അവിടെ ഒരു മുട്ടക്കട, അപ്പുറത്ത് ചായക്കട, ഇവിടെ ഒരു പഴക്കട, ഇവിടെ ഒരു മിക്സർ കട. പിന്നെ നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്താലേ. തിരിച്ച് വീട്ടിൽ പോകണ്ടേ? രാവിലെ വന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അതാകുമ്പോൾ ഇവിടെ കിടന്നാലും കുഴപ്പമില്ല. രാത്രി എടുത്ത് വീട്ടിൽ പോകാം. അടുത്തൊരു വീഡിയോ ഇറങ്ങുന്നതാണ് തമിഴ്നാട് ഫുഡ് എക്സ്പ്ലോറിംഗ്. ഓരോ ഡിസ്ട്രിക്ട് വെച്ച് തെങ്കാശി. ഇപ്പൊ തെങ്കാശി നോക്കിയിട്ട് സ്പോട്ട് അങ്ങനെ വലുതായിട്ടില്ലല്ലേ. കുറെ ഗോലി സോഡ അങ്ങനത്തെ ഡ്രിങ്ക്സ് ഐറ്റംസ് കുറെ ഉണ്ട്. മെയിൻ സ്ഥലത്ത് പോയാലേ ഫുഡ് ഐറ്റംസ് കിട്ടുള്ളൂ. നമ്മളിനി ആ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് തമിഴ്നാട്ടിൽ പോയി ഓരോ സ്പോട്ടിലായിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും ഗൈസ്. നമ്മളിതാ ഈ കടയിൽ നിന്നാണ് ചായ കുടിച്ചത്. നമ്മളെ യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് നമുക്ക് 5 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. 40 രൂപയായി, 35 രൂപ നമ്മുടെ നിന്ന് വാങ്ങിച്ചോളൂ. ഇനി ഇതുവഴി എങ്ങനെ വീട്ടിൽ പോകാന്നുള്ളത് നോക്കിയാണ് നമ്മൾ. ഒരു പിടിയില്ല, നമ്മളിനി മാപ്പ് നോക്കിയിട്ട് പറയാം. ഓക്കെ ഗൈസ്, നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ നേരെ തെന്മല, നമ്മുടെ നെടുമങ്ങാടിൽ നിന്ന് വീട്. അതാണ് നമ്മൾ പ്ലാൻ എടുത്തത്. ഓക്കെ ഗൈസ്, വന്നപ്പോൾ ഇത്ര ബ്ലോക്കിലായിരുന്നു. തെങ്കാശിയിൽ ഇപ്പോൾ സമയം താമസിക്കുന്നതോറും ബ്ലോക്ക് കൂടി വരുന്നു. ഗൈസ്, നമ്മളങ്ങനെ ചെങ്കോട്ടുകളിലെ സ്ട്രീറ്റുകളിലൂടെ നടക്കുകയാണ്, എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ നല്ലൊരു വാക്കിംഗ് സ്ട്രീറ്റ് പോലെ തോന്നി. വാക്കിംഗ് സ്ട്രീറ്റ് അല്ല, ഒരു തിരക്കുള്ള ഒരു ഏരിയ പോലെ തോന്നി. ഇവിടെ ചോദിച്ചപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ചെങ്കോട്ട എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കി നോക്കാം ഇവിടെ എന്തൊക്കെ ഉണ്ട്, ഇവിടെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ. ഇവിടെ എങ്ങനെ സാധനങ്ങളൊക്കെ എക്സ്പെൻസീവ് ആണോ നമ്മുടെ തിരുവനന്തപുരം കേരളമൊക്കെ പോലെ തന്നെ എന്നൊക്കെ നോക്കി നോക്കാം. ഇവിടെ സ്വർണ്ണക്കട ഇருக்கு, ഇവിടെ ഒരു കോയിൽ இருக்கு, അവിടെ ஒரு துணிக்கட இருக்கு. இதுதான் மெடிக்கல் ஸ்டோர், இந்த தமிழ்நாடு மெடிக்கல் ஸ்டோர் இதுதான். என்ன தம்பி சரியா? സ്റ്റീൽ പ്ലേറ്റ് അതൊക്കെ ഇருக்கு. ഇതെന്താ സ്റ്റീൽ കട, തുണിക്കട. എനിക്ക് തോന്നണത് നമ്മുടെ ചാല മാതിരി വരുന്ന ഒരു പ്ലേസ് தான் இந்த செங்கோட்டை மார்க்கெட். இந்த செங்கோட்டை மார்க்கெட் தானே தம்பி? தெரியாது, நான் இங்கே புதுசு. நானும் புதுசு தான். ஆனால் உன்னோட இந்த രീതി பார்த்து தெரியாது. ഓ അപ്പടിയാ ഗൈസ്. ഇവിടെ ഫുള്ള് സ്വർണ്ണക്കടയും വെള്ളിക്കടയൊക്കെയാണ്. നമ്മുടെ തിരുവനന്തപുരം ചാലയ്ക്കകത്ത് കയറൂലേ, അപ്പോൾ 2 സൈഡിൽ സ്വർണ്ണം അപ്പുറത്തും ഇപ്പുറത്തും കാണാമല്ലോ, അതുപോലത്തെ ഒരു ഏരിയയാണിത്. അവിടെ 2 സൈഡിലും സ്വർണ്ണം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അതൊരു ഡ്രൈ ഫ്രൂട്ട്സ് കട, ഇത് വേറെ എന്തോ കട. പിന്നെ വന്ന് നമ്മളെ തമിഴ്നാട്ടിലെ പെട്ടിക്കട இதுதான். என்னெல்லாம் இருக்கு கேரளத்துக்கு கிடைக்காத எல்லாம் இந்த தமிழ்நாடு பெட்டிக்கடை இருக்கு. நம்ம திருவனந்தபுரத்தில் வந்து பத்மநாப சுவாமி கஷேத்திரம் இல்லையா, அந்த பக்கத்தில் வந்து பிராமின் சைடு இல்லையா, அந்த மாதிரி அது ஒரு லேஅவுட் தான் இங்கே. ഓ അപ്പടിയാ? അപ്പോൾ அப்படிதான் தெரியுது. ഗൈസ്, നമ്മൾ ഏതാ മുടുക്കുവഴിയൊക്കെ കയറി പോവുകയാണ്. എവിടെയാണെന്നൊന്നും ഒരു പിടിയില്ല, എന്നെ എവിടെയൊക്കെ കൊണ്ടുപോയാണ് ഗൈസ്. ഗൈസ്, ഇതാണ് ബാർബർ ഷോപ്പ്, തമിഴ്നാട്ടിലെ ബാർബർ ഷോപ്പ്. മുടി കണ്ടല്ലേ? പിന്നെ വളർന്നില്ല. പിന്നെയാണ് നമ്മൾ ആ പോയ സ്ട്രീറ്റിൽ കൂടെ തിരിച്ചു വരികയാണ്. ഇതാണ് ഈ ഗണപതി കോവിൽ. ഈ ഗണപതി കോവിലിൻ്റെ ആ സൈഡിൽ കൂടിയാണ്, അങ്ങോട്ടാണ് നമ്മൾ പോയി നോക്കിയത്. ഇനി തിരിച്ചു വന്നു, വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. இதுதான் தமிழ்நாடு பூக்கடை. பூக்கா தாராளமாக பூவொക്കെ இருக்கு. தெங்காசி பூக்கா கேந்திரம் எங்க போய் பார்க்கலாம். இந்த தேங்காய் கிலோ எத்தனை? தேங்காய் கிலோ எத்தனை? கிலோ 35 தான். ஆ, இந்த தமிழ்நாடு வந்து தேங்காய்க்கு கிலோ 35 ரூபா இருக்கு. നമ്മുടെ തിരുവനന്തപുരത്ത് എவ்வளோ இருக்கு എനിക്ക് தெரியாது. അറിഞ്ഞൂടെ ഗൈസ്, നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് കമൻറ്റ് ചെയ്യൂ. നമ്മൾ വേണമെങ്കിൽ വെജിറ്റബിൾസിൻ്റെയും കൂടെ വില ചോദിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കമ്പാരിസൺ വേണമെങ്കിൽ നിങ്ങൾ തന്നെ എടുത്തു വേണം. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും വില അറിഞ്ഞുകൂടാ. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പോയി ചോദിച്ചു നോക്കാം. തമിഴ്നാടും കേരളം വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കൂ. അല്ലേ
തക്കാളി കിലോ ആണോ? 70 രൂപ. ക്യാരറ്റാ? 1.5 കിലോ 100 രൂപ. 100 രൂപ. 1.5 കിലോ 70. தம்பி போலாமா? ஏதாவது வாங்கிக்கலாமா? ஊரில் போகும்போது கெட்டு போயிடு. ഓ അപ്പടിയാ, இந்த സാധനം എന്താ ഊരിലെ വരുന്നത്. വിലയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. തക്കാളിക്ക് 70 രൂപ, ക്യാരറ്റിന് 1.5 കിലോ 100 രൂപ. ഇതൊക്കെയാണ് ഇവിടുത്തെ റേറ്റ്. പിന്നെ ഇവിടെ ഒരുപാട് വഴിയോര കച്ചവടക്കാരുണ്ട്. ഇവിടെ എല്ലായിടത്തും എന്താ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, പിന്നെ അവിടെ കൊലക്കട ഉണ്ട്, അപ്പർ സൈഡും കുറെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്, പൂക്കട ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. ഇതൊരു മെയിൻ സിറ്റി ആണെന്നാണ് തോന്നുന്നത്. ചെങ്കോട്ടൈ ജംഗ്ഷൻ. ഇവിടുത്തെ എക്സ്പ്ലോറേഷൻ ഒക്കെ കഴിഞ്ഞത് ആ വണ്ടി എടുത്ത് വീണ്ടും പോകാൻ പോവുകയാണ്. അടുത്ത ഇതേപോലെ എവിടെയെങ്കിലും സ്പോട്ട് കാണണമെങ്കിൽ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരെ വീട്ടിലോട്ട് തന്നെ പോകും. ഗൈസ്, അങ്ങനെ നമ്മൾ തമിഴ്നാട് വിടുമ്പോൾ ഒരു മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഹോട്ടലിൽ കയറി. ഹോട്ടലിന്റെ പേരൊക്കെ തമിഴിലാണ് എഴുതി വെച്ചിരിക്കണം. ഇവിടെ ഉണ്ട് ഹോട്ടൽ ഹരിഹരൻ പ്യുവർ വെജിറ്റേറിയൻ. ചൂട് മസാല ദോശ കിട്ടുമെന്ന് തോന്നണം. നല്ല ലൈറ്റൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ലൈറ്റൊന്നുമില്ല. ഈ കടയൊന്നും നമുക്ക് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ഞാനൊരു മസാല ദോശ പറഞ്ഞില്ല, പിന്നെ ഒരു നെയ് റോസ്റ്റ്, വിത്ത് 2 ചായ. ഇവിടെ മലയാളത്തിലും തമിഴിലും എല്ലാത്തിലും ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ബോർഡർ ആയതുകൊണ്ടായിരിക്കാം. ഗൈസ്, നമ്മുടെ മസാല ദോശ വിത്തൗട്ട് ചായ. നെയ് റോസ്റ്റ് എപ്പടി ഇருக்கு? ക്രിസ്പി ഇருக்கு. ഇത് ചമ്മന്തിയൊക്കെ സെപ്പറേറ്റ് ആണ് പറഞ്ഞല്ലേ. എല്ലാവരും കൊണ്ട് ഒഴിച്ചു വന്ന്. നമ്മുടെ അവിടെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ വച്ചേ തരുള്ളൂ ഗ്ലാസ്സിലൊക്കെ. പക്ഷെ ഇവിടെ എല്ലാം ഇങ്ങനെ ഒഴിച്ചു വന്നിരിക്കുന്നതായിരിക്കും. ഓക്കെ, കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടത്. ഇവനെങ്ങനെ? ഇവൻ സൂപ്പർ എന്ന് പറയുന്നു. ഞാൻ എൻ്റെ ഇതുവരെ കഴിച്ചില്ല. കഴിച്ചു നോക്കാം. സാധാരണ ടേസ്റ്റ് ആണ്. തിരുവനന്തപുരത്തൊക്കെ ഉള്ള പോലത്തെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ടേസ്റ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിന് പ്രൈസ് കൂടുതലാണ്. പ്രൈസ് കൂടുതൽ, മസാലയ്ക്ക് പ്രൈസ് കൂടുതൽ. ഫസ്റ്റ് അന്ന് നമ്മൾ ധനുഷ്കോടി പോയപ്പോഴും അങ്ങനെയായിരുന്നു. നെയ്റോസിന് 80 രൂപയായിരുന്നു. മസാല ദോശന് 50 രൂപയായിരുന്നു. നമ്മളെ ചമ്മന്തി കൂടെ മുക്കി ഇതുവരെ കഴിച്ചു നോക്കില്ല. ഇതാണ് ചമ്മന്തി. ഓക്കെ, ചമ്മന്തി കൂടാം, ടേസ്റ്റ് ഉണ്ട്. ഗൈസ്, ഇപ്പോൾ നമ്മളിനി കഴിച്ചിട്ട് വരാം. ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഒരു മസാല ദോശ, ഒരു നെയ് റോസ്റ്റ്, പിന്നെ 2 ചായ. രണ്ടും കൂടെ കഴിച്ചിറങ്ങിയപ്പോൾ 100 രൂപയായി. നമ്മളിതാ ഹോട്ടൽ ഹരിഹരനിൽ നിന്നാണ് കഴിച്ചത്. നല്ലൊരു ഹോട്ടലാണ്. ഫുഡൊക്കെ ഉള്ള നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ തെങ്കാശിയിലോട്ട് പോകണമെങ്കിൽ ഈ ഹോട്ടലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൊള്ളാം, നല്ല ഹോട്ടൽ. ഇന്റീരിയറൊക്കെ കൊള്ളാം, നല്ല ക്ലീൻ ആണ്, നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആണ്. ഫുഡ് നല്ല സൂപ്പർ ഫുഡായിരുന്നു. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 90 കിലോമീറ്ററോളം ഉണ്ട് നമ്മളെ വീട്ടിലേക്ക്. നമ്മൾ ഹരിഹരൻ ഹോട്ടലിൽ നിന്ന് വിട പറയുകയാണ്. ഓഫ് ടു വീട്. ഗൈസ്, അങ്ങനെ തെങ്കാശിയിൽ നിന്ന് ഓടി നമ്മൾ തിരിച്ച് വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ 8:45. ഇപ്പോൾ അതാ മണി 11:23 ഏകദേശം എല്ലാം കൂടെ നമ്മളൊരു 220-230 കിലോമീറ്ററോളം ആണ്. തളർന്ന് മഴ പെയ്ത് ഉടനെ കോട്ടെടുത്തിട്ടപ്പോൾ മഴ തീരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ഈദ് ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിരുന്നു. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.